ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്തിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എർത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്യുപ്മെൻറ്റ് എർത്തിങ് ഈസ് നെസസറി ടു ഗീവ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ്. അപ്പോൾ നമ്മൾ എർത്തിങ് പഠിച്ചപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് പഠിച്ചു അല്ലേ. 2 ടൈപ്സ് ഓഫ് എർത്തിങ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെയാണ് എർത്തിങ്? എക്യുപ്മെൻറ്റ് എർത്തിങ് ഉണ്ട്, അതുപോലെ സിസ്റ്റം എർത്തിങ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എക്യുപ്മെൻറ്റ് എർത്തിങ് എന്താണ്? എന്തിനാണ് നമ്മൾ എക്യുപ്മെൻറ്റ് എർത്തിങ് യൂസ് ചെയ്യുന്നത്? എന്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ ഓവർലോഡിങ്, ഓപ്ഷൻ ബി ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്, ഓപ്ഷൻ സി വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഓപ്ഷൻ ഡി ദ ഹൈ ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ് മെയിൻ പർപ്പസ് ഓഫ് എക്യുപ്മെൻറ്റ് എർത്തിങ് എന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പ്രൊട്ടക്റ്റ് ചെയ്യലാണ് അല്ലേ. നമുക്കറിയാം എക്യുപ്മെൻറ്റ് പേര് പോലെ തന്നെ എന്താണ് എക്യുപ്മെൻറ്റ്സ് എന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതാണത് അല്ലേ. അപ്പോൾ എന്താണ് ദ ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് എന്നാണ് എൻ്റെ എക്യുപ്മെൻറ്റ് എർത്തിങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക? സേഫ് പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നതാണ് അല്ലേ. അതാണ് എൻ്റെ എക്യുപ്മെൻറ്റ് എർത്തിങ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ പൈപ്പ് എർത്തിങ് റെസിസ്റ്റൻസ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? പൈപ്പ് എർത്തിങ് റെസിസ്റ്റൻസിനെ എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം? ഓപ്ഷൻ എ റീപ്ലേസിംഗ് ദ കണ്ടക്ടർ, ഓപ്ഷൻ ബി ആഡിങ് എ കോപ്പർ റോഡ്, ഓപ്ഷൻ സി ആഡിങ് സാൾട്ട് ആൻഡ് വാട്ടർ, ഓപ്ഷൻ ഡി റീപ്ലേസിംഗ് ദ എർത്തിങ് റോഡ്. എന്താ ചെയ്യുക? പൈപ്പ് എർത്തിങ്ങിൻ്റെ റെസിസ്റ്റൻസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. എന്താ ചെയ്യുക? പൈപ്പ് എർത്തിങ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓരോ സൈസും അതിൻ്റെ എത്ര മീറ്റർ നമ്മൾ ഡെപ്ത് കുഴിക്കണം, അതുപോലെ എത്ര മീറ്ററാണ് അതിൻ്റെ എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ പൈപ്പ് എർത്തിങ്ങിൻ്റെ റെസിസ്റ്റൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡിങ് സാൾട്ട് ആൻഡ് വാട്ടർ. അപ്പോൾ നമുക്കറിയാം സമ്മർ അല്ലേ, ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് എങ്ങനത്തെ മണ്ണാണ് വേണ്ടത്? മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള മണ്ണാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ സമ്മർ കാലത്തൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നത് കൂടുതലായിരിക്കും. കാരണം എന്താണ്, മണ്ണിൻ്റെ മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യുക? സാൾട്ട് വാട്ടറൊക്കെ അവിടെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു പൈപ്പ് എർത്തിങ്ങിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സാൾട്ടും വാട്ടർ അല്ലെങ്കിൽ ആഡിങ് സാൾട്ട് ആൻഡ് വാട്ടർ ചെയ്താൽ മതി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ അനദർ നെയിം ഓഫ് ന്യൂട്രൽ എർത്തിങ് ഈസ്. ന്യൂട്രൽ എർത്തിങ്ങിൻ്റെ വേറൊരു നെയിം എന്താണ്? ഓപ്ഷൻ എ എക്യുപ്മെൻറ്റ് എർത്തിങ്, ഓപ്ഷൻ ബി സിസ്റ്റം എർത്തിങ്, ഓപ്ഷൻ സി സോളിഡ് എർത്തിങ്, ഓപ്ഷൻ ഡി ഡയറക്റ്റ് എർത്തിങ്. ഏതാണ് ഒരു ന്യൂട്രൽ എർത്തിങ് എന്ന് പറയുന്നത്? എന്താണ്? സിസ്റ്റം എർത്തിങ് ആണ് അല്ലേ. ന്യൂട്രൽ എർത്തിങ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം എർത്തിങ് ആണ്. അപ്പോൾ ന്യൂട്രൽ എർത്തിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എർത്തിങ് ചെയ്യുന്നത്? ക്ലോസ്ഡ് പാത്തിലൂടെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ്? ആർക്കിംഗ് അല്ലേ, എലിമിനേഷൻ ഓഫ് ആർക്കിംഗ് ഗ്രൗണ്ട്. അതാണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂട്രൽ എർത്തിങ്. ഇപ്പോൾ ന്യൂട്രൽ എർത്തിങ് ഒക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ സബ്സ്റ്റേഷൻ അങ്ങനെയുള്ള വലിയ വലിയ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ന്യൂട്രൽ എർത്തിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ എർത്തിങ്ങിൻ്റെ വേറൊരു നെയിം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതന്നെയാണ്? സിസ്റ്റം എർത്തിങ് ആണ്. അതുകൂടി ഓർക്കണം. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സിസ്റ്റം എർത്തിങ് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, ന്യൂട്രൽ എർത്തിങ്ങും സിസ്റ്റം എർത്തിങ്ങും ഒന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ദ റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് ഈസ് ആൾസോ നോൺ ആസ്. എന്താണ് റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്? എന്തായിരിക്കും റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഈ എക്യുപ്മെൻറ്റ് എർത്തിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് ഈ റെസൊണൻറ്റ് എർത്തിങ് അല്ലെങ്കിൽ റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് ആർക്ക് സപ്രഷൻ കോയിൽ എർത്തിങ്ങിനെ പറയുന്നതാണ് എന്ത്? ഈ റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് ഈസ് ആൾസോ നോൺ ആസ് എന്നാണ്. ഓപ്ഷൻ എ സോളിഡ് എർത്തിങ്, ആർക്ക് സപ്രഷൻ കോയിൽ എർത്തിങ്, ഓപ്ഷൻ സി റിയാക്റ്റൻസ് എർത്തിങ്, ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് എർത്തിങ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇതൊക്കെ എവിടെയാണ് എന്നുള്ളത് അല്ലേ. ഇത് ഈ 4 ടൈപ്പും എന്തിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എർത്തിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ സിസ്റ്റം എർത്തിങ് എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം എർത്തിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന 4 ക്ലാസിഫിക്കേഷൻസ് ആണ്. ആരൊക്കെയാണത്? സോളിഡ് എർത്തിങ്, റിയാക്റ്റൻസ് എർത്തിങ്, റെസിസ്റ്റൻസ് എർത്തിങ്, അതുപോലെ ആർക്ക്, അതായത് നമ്മുടെ ന്യൂട്രലിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് എർത്ത് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂട്രലിൽ നിന്ന് ഒരു റിയാക്റ്റൻസ് കണക്ട് ചെയ്ത് എർത്ത് ചെയ്യുക. അതൊക്കെയാണ് സോളിഡ് എർത്തിങ് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ന്യൂട്രലിൽ നിന്ന് എർത്ത് ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ടൈപ്സ് ഓഫ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആർക്ക് സപ്രഷൻ കോയിൽ എർത്തിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണൻറ്റ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ റെസണിങ് ഗ്രൗണ്ടിങ് ഈസ് ആൾസോ നോൺ ആസ് പെട്രിസൺ കോയിൽ അല്ലെങ്കിൽ ന്യൂട്രൽ ഗ്രൗണ്ടിങ്. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു പേരാണ് പെട്രിസൺ കോയിൽ, ന്യൂട്രൽ ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫാൾട്ട് ന്യൂട്രലൈസർ അല്ലെങ്കിൽ ആർക്ക് സപ്രഷൻ കോയിൽ എന്ന നെയിമിലൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? നമ്മളുടെ റെസണൻറ്റ് ഗ്രൗണ്ടിങ് ആണ്. ഓർത്ത് വയ്ക്കുക. ഈ രീതിയിലൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. Question number 5. What is the dimension of the copper strips used for the strip earthing? നമുക്കറിയാവുന്നതാണ്. ഓരോ ടൈപ്സ് ഓഫ് എർത്തിങ് നമ്മൾ പഠിക്കുന്നത് പ്ലേറ്റ് എർത്തിങ് എടുക്കാട്ടെ, പൈപ്പ് എർത്തിങ് ആയിക്കോട്ടെ, സ്ട്രിപ്പ് എർത്തിങ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കോപ്പർ സ്ട്രിപ്സിനെ നമ്മൾ ഗാൽവനൈസ്ഡ് അയോൺ സ്ട്രിപ്പും യൂസ് ചെയ്യും, കോപ്പർ സ്ട്രിപ്പും യൂസ് ചെയ്യും, അറിയാലോ. അപ്പോൾ ഈ കോപ്പർ സ്ട്രിപ്പിൻ്റെ നമ്മൾ സ്ട്രിപ്പ് എർത്തിങ്ങിൽ യൂസ് ചെയ്യുന്ന കോപ്പർ സ്ട്രിപ്സിൻ്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഏതായിരിക്കും? 25 mm × 3 mm ആണ്. ഏതാണ്? 25 mm × 3 mm ആണ് നമ്മൾ എന്തിലെ സ്ട്രിപ്പ് എർത്തിങ്ങിലെ കോപ്പർ സ്ട്രിപ്സിൽ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. യൂസ് ചെയ്യുന്നത് റോക്കി എർത്ത് ബെഡിലാണ് യൂസ് ചെയ്യുന്നത്. എവിടെയാണ് ഈ എർത്തിങ് യൂസ് ചെയ്യുന്നത്? റോക്കി സോയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ സ്ട്രിപ്പ് എർത്തിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലേ, കോപ്പർ ആണെങ്കിൽ എങ്ങനെയാണ് 25 mm × 1.6 mm ആ രീതിയിലാണ്. ഗാൽവനൈസ്ഡ് അയോൺ അല്ലെങ്കിൽ സ്റ്റീൽ ആണെങ്കിൽ അത് എത്രയാണ്? അപ്പോൾ ഗാൽവനൈസ്ഡ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് വന്നിട്ട് ഡയമെൻഷൻ വന്നിട്ട് 25 mm × 4 mm ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മിനിമം ഡെപ്ത് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. എത്രയാണ്? 0.5 മീറ്റർ ആണ്. ഓർത്ത് വയ്ക്കണം കേട്ടോ, 0.5 മീറ്റർ ആണ് ഡെപ്ത്. എന്നാൽ ഇതിൻ്റെ ലെങ്ത്ത് ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ്? ഡബിൾ ആയിരിക്കും. എത്രയാണ്? 0.5ൻ്റെ ഡബിൾ ആയിരിക്കും എന്നാണ് നമ്മളുടെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കണം കേട്ടോ. Next question number 6. What should be the value of earthing resistance for large power station? ഇമ്പോർട്ടൻ്റ് ആണ്. എർത്തിങ് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലാർജ് പവർ സ്റ്റേഷൻസിൽ നമ്മുടെ എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൻ്റെ റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 ohm, ഓപ്ഷൻ ബി 0.5 ohm, ഓപ്ഷൻ സി 2 ohm, ഓപ്ഷൻ ഡി 5 ohm. എത്രയാണ്? ലാർജ് പവർ സ്റ്റേഷൻസിലാണെങ്കിൽ ആ എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പറയുന്നത് 0.5 ohm ആണ്. എത്രയാണ്? 0.5 ohm ആണ്. അതുപോലെ മേജർ സബ്സ്റ്റേഷൻ കേസ് എടുക്കുകയാണെങ്കിൽ 1 ohm, സ്മാൾ സബ്സ്റ്റേഷൻസിലാണെങ്കിൽ അത് 2 ohm, വേറെ അതർ കേസസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 8 ohm എന്ന് പറയാം. അതുകൂടാതെ എർത്ത് കണ്ടിന്യൂറ്റി ഇൻസൈഡ് ആൻഡ് ഇൻസ്റ്റാളേഷൻ എടുക്കുകയാണെങ്കിൽ 1 ohm ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കിതിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അതായത് എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പവർ സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ട്. Question number 7. Inside the earth pit, the earthing electrode should be placed. എങ്ങനെയാണ് ഒരു എർത്ത് പിറ്റിനകത്ത് എർത്തിങ് ഇലക്ട്രോഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? നമുക്കറിയാം എർത്തിങ് ഇലക്ട്രോഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്ലേറ്റ്, പൈപ്പ്, അതൊക്കെ നമ്മൾ പഠിച്ച സ്ട്രിപ്പ് ഒക്കെ എന്നാണ് എർത്തിങ് ഇലക്ട്രോഡ്സ് ആണ് അല്ലേ. ഈ എർത്തിങ് ഇലക്ട്രോഡ് ഒരു പിറ്റിനകത്ത്, അതായത് നമ്മൾ എർത്ത് ചെയ്യുന്ന പിറ്റിനകത്ത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വെർട്ടിക്കൽ, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ, ഓപ്ഷൻ സി ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി, ഓപ്ഷൻ ഡി ഇൻക്ലൈൻഡ് അറ്റ് എനി ആംഗിൾ അതർ ദാൻ 45 ഡിഗ്രി. എങ്ങനെയാണ് നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത്? എർത്തിങ് ഇലക്ട്രോഡ് എർത്ത് പിറ്റിനകത്ത് ഇത് വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്? വെർട്ടിക്കൽ ആയിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്പെസിഫിക്കേഷൻസും സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എർത്തിങ് ചെയ്യുമ്പോൾ എർത്ത് വയറാണെങ്കിലും അതിൻ്റെ എർത്ത് ഇലക്ട്രോഡൊക്കെ ആണെങ്കിലും അതെന്താണ് സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് നമുക്കറിയാം അല്ലേ. മാറിപ്പോയാൽ അത് എർത്തിങ് പ്രോപ്പർ ആവില്ല. അപ്പോൾ നമ്മൾ പൈപ്പാണെങ്കിൽ പൈപ്പ് തന്നെ അതിൻ്റെ പൈപ്പ് ഇലക്ട്രോഡ് തന്നെ യൂസ് ചെയ്യണം. വയറൊക്കെ സെയിം മെറ്റീരിയൽ. പ്ലേറ്റ് ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. അതുപോലെ കൂടാതെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? വെർട്ടിക്കൽ ആയിട്ടായിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ. വെർട്ടിക്കൽ പൊസിഷനിലാണ് നമ്മളത് ആ പിറ്റിനകത്ത് പ്ലേസ് ചെയ്യേണ്ടത് അല്ലേ. പിന്നെന്താണ്? ഇറ്റ് മേ ബി ഇൻ കോണ്ടാക്ട് വിത്ത് ഓൾ ദ ഡിഫറെൻറ്റ് എർത്ത് ലെയേഴ്സുമായിട്ട് അത് എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അത് നോക്കി പോവാം. Question number 8. The grounding to any devices will provide. എന്താണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്തിങ് എന്ന് പറയുന്നത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ സീക്വൻസ് കറന്റ് പാത്ത്, ഓപ്ഷൻ ബി ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് പോസിബിൾ ടു ദ ഗ്രൗണ്ട്, ഓപ്ഷൻ സി ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് പോസിബിൾ ടു ദ ഗ്രൗണ്ട്, ഓപ്ഷൻ ഡി ഓൺലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സീക്വൻസ് കറന്റ് പാത്ത്,
അപ്പോൾ എന്താണ് ഗ്രൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ലോവസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് പോസിബിൾ ടു ദ ഗ്രൗണ്ടിലേക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലോവസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് പോസിബിൾ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിങ് ടു എനി ഡിവൈസ് വിൽ പ്രൊവൈഡ്, എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം എന്താണ് ലോവസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് പോസിബിൾ ടു ദി ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സർക്യൂട്ടിൽ ഫോൾട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ എന്തിലേക്ക് കൊടുക്കും? കറണ്ട്. ആ കറണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യും. അത് നമുക്കറിയാവുന്നതാണല്ലോ. പിന്നെ എന്താണ്? യൂസർ വിൽ നോട്ട്. അപ്പോൾ എന്താണ് എർത്തിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഷോക്ക് അടിക്കില്ല അല്ലേ? ടച്ച് ചെയ്താൽ, മെറ്റൽ പാർട്സിൽ ടച്ച് ചെയ്താൽ കൂടി നമുക്ക് എന്ത് ചെയ്യില്ല? ഷോക്ക് അടിക്കില്ല. അത് സഫീഷ്യൻറ്റ് കറണ്ട് എങ്ങനെയാണ് താഴോട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അതല്ലേ നമ്മുടെ എർത്തിങ്ങിൻ്റെ വർക്ക് പർപ്പസ്. അപ്പോൾ ഗ്രൗണ്ടിങ് ടു എനി ഡിവൈസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലോവസ്റ്റ് എന്താണ് റെസിസ്റ്റൻസ് പാത്ത് പോസിബിൾ ടു ദ ഗ്രൗണ്ട് ആണ്. Question number 9. Grounding of substation provide. Again എന്താണ്? സബ്സ്റ്റേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? ഗ്രൗണ്ട് കണക്ഷൻ ഫോർ ദ സിസ്റ്റം ന്യൂട്രൽ. ന്യൂട്രൽ എർത്തിങ് അല്ലെങ്കിൽ സിസ്റ്റം എർത്തിങ് അല്ലേ നമ്മൾ സബ്സ്റ്റേഷനിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ്? ഡിസ്ചാർജ് പാത്ത് ഫോർ സർജർ അറസ്റ്റേഴ്സ്. ഓപ്ഷൻ സി സേഫ്റ്റി ടു ദ ഓപ്പറേറ്റിംഗ് പേഴ്സണൽസ്. അപ്പോൾ എന്ന് തന്നെയാണ് ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓൾ ഓഫ് ദി എബോവ്. ഗ്രൗണ്ടിങ് ഓഫ് സബ്സ്റ്റേഷൻ പ്രൊവൈഡ് ഗ്രൗണ്ട് കണക്ഷൻ ഫോർ ദ സിസ്റ്റം ന്യൂട്രൽ ആണ്. അതുപോലെ ഡിസ്ചാർജ് പാത്ത് ഫോർ ദ സർജർ അറസ്റ്റേഴ്സ് ആണ്. സേഫ്റ്റി ടു ദ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ എല്ലാം എന്താണ്? നമ്മുടെ ഗ്രൗണ്ടിങ് കൊണ്ട് ഉള്ളതാണ്. Question number 10. Which type of neutral grounding method has high transient voltage appear under fault condition? താഴെ തന്നിട്ടുള്ള ഏത് സിസ്റ്റം ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ ന്യൂട്രൽ ഗ്രൗണ്ടിങ് മെത്തേഡാണ് ഹയസ്റ്റ് ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അണ്ടർ fault condition? ഞാൻ പറഞ്ഞു നമ്മുടെ ന്യൂട്രൽ എർത്തിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിച്ചു. റെസിസ്റ്റൻസ് എർത്തിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഗ്രൗണ്ടിങ്, റിയാക്റ്റൻസ്, സോളിഡ്, ആർക്ക് സപ്രഷൻ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഏത് മെത്തേഡിലാണ് എന്താണ് ഹൈ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അപ്പിയർ അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ എന്നാണ് ചോദിച്ചത്. അതെന്താണ്? റിയാക്റ്റൻസ് ഗ്രൗണ്ടിങ്ങിലാണ്. ഏതിലാണത്? റിയാക്റ്റൻസ് ഗ്രൗണ്ടിങ്ങിലാണ്. അപ്പോൾ റിയാക്റ്റൻസ് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. എവിടെയാണ് റിയാക്റ്റൻസ് ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മളുടെ ന്യൂട്രൽ അല്ലേ? ന്യൂട്രലിനും ഗ്രൗണ്ടിനും ഇടയിലായിട്ടാണ് നമ്മൾ എന്താണ് റിയാക്റ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്തിനാണ്? ഫാൾട്ട് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, റിയാക്റ്റൻസ് ഗ്രൗണ്ടിങ് യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൈ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അപ്പിയർ അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഹൈ ട്രാൻസിയൻറ്റ് അല്ലേ? ഈ മെത്തേഡിലാണത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനിയും എർത്തിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എർത്തിങ് റിലേറ്റഡ് ആയിട്ട് ഓരോ ഡയമെൻഷൻസും നോക്കുക. ഓരോ എർത്തിങ്ങിനെയും ടൈപ്സ് ഓഫ് എർത്തിങ് നന്നായി പഠിക്കുക. അതുപോലെ എവിടെയൊക്കെയാണ് ഓരോ റെസിസ്റ്റൻസ് വാല്യൂ മെഷർ ചെയ്യാൻ, എർത്തിങ്ങിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ, അങ്ങനെയുള്ള റെസിസ്റ്റിവിറ്റി കണ്ടീഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നന്നായി നോക്കി പോകേണ്ട ഒരു ഭാഗമാണ് എർത്തിങ് എന്ന് പറയുന്ന പാർട്സ്. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.